അമേരിക്ക ഇറാന് കീഴ്പ്പെടുകയാണ്. മുൻപത്തെ പോലെ വാശിയും വൈരാഗ്യത്തോടുമല്ലാതെ ലളിതവൽക്കരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്ന തരത്തിലേക്ക് അമേരിക്കയുടെ നിലപാടിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ട്. ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ചില റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: US നിലപാട് മാറ്റുന്നു, ഇറാന് കീഴ്പ്പെടുന്നു എന്ന തരത്തിൽ. ഇന്നലെ ഇറാൻ്റെ 2 കപ്പൽ ഓർമുസ് കടൽ കടന്നതായി വ്യോമസേന സ്ഥിരീകരിച്ചു. അത് ഇറാൻ എന്ത് ചെയ്തു? ഔദ്യോഗികപരമായ രീതിയിൽ അത് എക്സ് പ്ലാറ്റ്ഫോമിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കുറിക്കുകയും ചെയ്തു. തങ്ങളുടെ കപ്പലുകൾ സുഖകരമായ രീതിയിൽ ഈ മേഖല, തങ്ങളുടെ അതിർത്തി മേഖല കടന്ന് അറേബ്യൻ കടലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് നേരെ ഇടപെട്ടാൽ കപ്പലുകൾ കടലിൽ മുക്കുമെന്ന് അമേരിക്കയ്ക്ക് ഞങ്ങൾ ഭീഷണിപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കടൽ കടന്നു പോകുന്ന സമയത്ത് അതിലുള്ള ജീവനക്കാർ എക്സിൽ കുറിക്കപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത് ഇങ്ങനെയാണ്: ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അമേരിക്കയുടെ കപ്പൽ, ഇത് ഞങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട്, കുറച്ച് അകലത്തിലാണെങ്കിൽ പോലും. ഞങ്ങൾ അവരെയും നിരീക്ഷിക്കുകയായിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട പ്രതികരണമോ ഉണ്ടെങ്കിൽ തങ്ങൾ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അതിന് തയ്യാറായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷേ ആരും തങ്ങളെ നിരീക്ഷിക്കപ്പെട്ടു എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പ്രതികാരമോ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ രീതികളോ അമേരിക്കയുടെ കപ്പലിൽ നിന്നോ സൈനികരുടെ ഭാഗത്തുനിന്നോ ഞങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സുഖകരമായി കടന്നുപോയി. ചില അമേരിക്കയുടെ സൈനികർ ഞങ്ങൾക്ക് ടാറ്റ പറഞ്ഞു എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അത് സ്ഥിരീകരണ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും. 10,000-ലധികം അമേരിക്കൻ സൈനികരാണ് ഓർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവരെ അവിടെ വിന്യസിച്ചിരിക്കുന്നത്. 100-ലധികം പോർ വിമാനങ്ങൾ, 12 പടക്കപ്പലുകൾ, വൻ സേനാ വിന്യാസങ്ങൾ, വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ, കപ്പലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉപകപ്പലുകളായിട്ട് വേറെ, അങ്ങനെ വലിയൊരു ലോക യുദ്ധ സമാന സാഹചര്യങ്ങളെല്ലാം ഓർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷേ ആക്രമിക്കാൻ വേണ്ടി ധൈര്യം ചോർന്നു പോയിരിക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞത് മുൻപ് പറഞ്ഞതിൽ വളരെ വ്യത്യസ്തമായിട്ട് നിലപാട് മാറ്റിയിട്ടാണ് പറഞ്ഞത്. സ്ഥായിയായി നിലനിൽക്കുന്ന പുതിയൊരു ബന്ധം ഇറാനുമായിട്ട് ഉണ്ടാക്കാൻ അമേരിക്ക താല്പര്യപ്പെടുന്നു. അത് JD വാൽസൺ അത് ശരിവെക്കിയത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൽസൺ ആ കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് പറയുന്നു. അത് ഇനിയൊരു ചർച്ച തൊട്ടടുത്ത ദിവസം പാകിസ്ഥാനിൽ വെച്ചിട്ടുണ്ടാവും. അത് തുർക്കിയുടെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആ ചർച്ചയിൽ ഏറെക്കുറെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നത്. വിട്ടുവീഴ്ചക്ക് ഇറാൻ തയ്യാറാണെങ്കിൽ തങ്ങളും തയ്യാറാണ് എന്ന തരത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നു. എന്നാൽ ഇതിൻ്റെ അർത്ഥം അമേരിക്ക വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നു എന്നാണ് അതിൻ്റെ ചുരുക്കം. ഇറാന് സാമ്പത്തികമായ ഉന്നതിയും അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ വേണ്ടിയും തർക്ക പരിഹാരത്തിന് വേണ്ടിയിട്ടും തങ്ങൾ വലിയ ശ്രമങ്ങൾ നടത്തും. തെഹ്റാൻ ഇതിനോട് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. വെല്ലുവിളിയും ഭീഷണിയുമില്ല, പുതിയ സഹകരണം. ഉപരോധം ഓർമുസിൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു വെടിവെപ്പോ ഒരു വിഷയങ്ങളോ ഉണ്ടായിട്ടില്ല. അഥവാ അമേരിക്ക ഭീഷണിപ്പെടുത്തുക എന്നല്ലാതെ ഓർമുസ് കടൽ കടന്നുകൊണ്ട് ഏതെങ്കിലും ഒരു കപ്പൽ പോകുന്ന സമയത്ത് അതിനെ തടയപ്പെടുകയോ വെടിവെക്കുകയോ ചെയ്യാനുള്ള ധൈര്യം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കില്ല. കാര്യം ഇറാൻ ആകെക്കൂടെ, ചൈന ആകെക്കൂടെ വിളറിയെടുത്താണ് നടക്കുക. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും നേരെ കയ്യേറ്റം ചെയ്താൽ തീർച്ചയായിട്ടും തങ്ങൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇവിടെ നിന്ന് ഇറാനിൽ നിന്ന് എണ്ണ കിട്ടിയിട്ടില്ലെങ്കിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിപണി നിശ്ചലമായി പോകും. രാജ്യം നീങ്ങണമെങ്കിൽ പെട്രോളിയം നിർബന്ധമാണ്. 80% നിലവിലെ സാഹചര്യത്തിൽ ഇറാനിൽ നിന്നാണ് പെട്രോളിയം ലഭിക്കുന്നത്. മുൻപ് ഈ വെനിസ്വേലയിൽ നിന്നായിരുന്നു. വെനിസ്വേലയിൽ ഭരണം അട്ടിമറിച്ചതോട് കൂടിയിട്ട് പിന്നീട് അവിടുന്ന് എണ്ണ കിട്ടാത്തൊരു സ്ഥിതി വന്നു. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടായി. പക്ഷേ ഇറാൻ ഉള്ളത് കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒതുക്കുക എന്നുള്ളത് മാത്രമല്ല, ചൈനയെ ഒതുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. വലിയ രീതിയിലുള്ള സൈനിക മുന്നേറ്റം ലോകത്താകമാനം ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ ചൈന 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് അമേരിക്ക ഭയപ്പെടുന്നു. അതുകൊണ്ട് അവരെ ഒതുക്കി നിർത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയ അമേരിക്ക പലതരത്തിലും അവർക്കെതിരെയുള്ള നിലപാട് മറ്റ് രാജ്യങ്ങളിലൂടെ നടപ്പിലാക്കുന്ന ഒരു പ്രവർത്തനം നടത്താറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചർച്ച തുടരും എന്ന് വിൽസൺ പറയുന്നു. സിവിലിയൻ ആണവ പദ്ധതിക്ക് അമേരിക്ക സഹകരണം നടപ്പിലാക്കുന്നത്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിൽ ഒരു നാടകം കളിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നു. കാര്യം സമ്പുഷ്ട യുറേനിയത്തിൻ്റെ തോത് കുറയ്ക്കുക, അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയം ഈ ഇറാൻ്റെ കൈവശത്തിലുള്ള സമ്പുഷ്ട യുറേനിയം അമേരിക്ക കൈമാറുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് കൈമാറുക. തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, തങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ തയ്യാറാണെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഇറാൻ തമ്മിൽ സൗഹൃദ ബന്ധമായതുകൊണ്ട് ഒരു പക്ഷേ അങ്ങോട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഒന്ന്. അതിനോടനുബന്ധിച്ച് പിന്നെ 2-ാം ഘട്ടം പറയുന്നത് ഉപരോധം പിൻവലിക്കുക. അമേരിക്കയുടെ സാമ്പത്തിക വിരോധം 10-40 വർഷമായിട്ട് ഇറാൻ്റെ അകത്തുണ്ട്. അത് അപ്പാടെ പിൻവലിക്കുക. യുദ്ധത്തിന് നഷ്ടപരിഹാരത്തിന് വഴികൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുക.
അപ്പോൾ ഈ യുദ്ധത്തിന് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ദശകോടികളുടെ നഷ്ടപരിഹാരം തന്നെ അമേരിക്കയും ഇസ്രായേലും ഇറാനും നൽകേണ്ടി വരും. അതൊരു പക്ഷേ നൽകാൻ പ്രയാസമാണ് എന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹോർമുസ് കടലിലൂടെ കപ്പൽ പോകുന്ന സമയത്ത് അവരിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള അധികാരം ഔദ്യോഗികപരമായി തന്നെ ഇറാന് വിട്ടുകൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ ആവുന്ന സമയത്ത് ഇറാൻ എന്താണോ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് ചുരുക്കം. പിന്നെ ഇവിടെ വരുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. സമ്പുഷ്ട യുറേനിയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച പറയുന്നത് ഇങ്ങനെയാണ്: 5 വർഷത്തേക്ക് അതിൻ്റെ യുറേനിയമായിട്ട് ബന്ധപ്പെട്ട സമ്പുഷ്ട യുറേനിയമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാമെന്ന് ഇറാൻ പറഞ്ഞു. 20 വർഷം വേണമെന്ന് അമേരിക്ക പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ വിഷയം. മാത്രമല്ല യുറേനിയത്തിൻ്റെ കാഠിന്യം അത് ഡയലൂട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ കാഠിന്യം കുറക്കാമെന്ന് ഇറാൻ പറഞ്ഞു. അത് പോരാ, അത് കൈമാറണം എന്ന് അമേരിക്ക പറഞ്ഞു. ഇതാണ് അടിസ്ഥാനമായ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാനിൽ നടന്ന ചർച്ച വഴി തെറ്റാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം. അതിനിപ്പോൾ പറയുന്നു പബ്ലിക്കായ രീതിയിൽ 20 വർഷത്തേക്ക് എന്ന് നിങ്ങൾ പറഞ്ഞ് സമ്മതിക്കണം. നിങ്ങളത് യുറേനിയം സമ്പുഷ്ടീകരണം ചെയ്തോട്ട് ഞങ്ങൾ കുഴപ്പമില്ല എന്ന് രഹസ്യമായിരിക്കുന്ന ഒരു അജണ്ട ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിച്ചിട്ടില്ലെങ്കിൽ അത് സാരമായിട്ട് ബാധിക്കുക അമേരിക്ക ബാധിച്ചു തുടങ്ങി. ലോകരാജ്യങ്ങളെല്ലാം അമേരിക്ക ഒറ്റപ്പെടുത്തുകയും അമേരിക്കയുടെ പിന്നിൽ ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് അവരെ തന്നെ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു യുദ്ധമുഖമാണ് ഇപ്പോൾ ഹോർമുസിൽ ഇറാൻ തുടർന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുക എന്ന ചോദ്യം പ്രസക്തമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇസ്രായേലിനെ തൊട്ടതോടുകൂടി ബാക്കിയെല്ലാം അമേരിക്കയുടെ കൈപൊള്ളിയിരിക്കുന്നു. മാത്രമല്ല ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അമേരിക്കയ്ക്ക് ഒരു സഹായത്തിന് വേണ്ടി ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം അമേരിക്കയ്ക്ക് ലഭ്യമാകാൻ വേണ്ടി ലോകത്തിലെ പരമാവധി രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടും ഒരു രാജ്യം പോലും അത് അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ധിക്കാരപരമായിരിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് ബ്രിട്ടനും കാനഡയും അടക്കം ഏറ്റവും അടുത്ത രാജ്യങ്ങളിൽ നിന്ന് പോലും അമേരിക്ക കേൾക്കേണ്ടി വന്നത്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും കണ്ണും ചുമ്മിയായിട്ട് സമ്മതിക്കുന്നില്ല, ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായ രീതിയിൽ മറുപടി വേണം. എന്തിനാണ് നിങ്ങൾ ഇറാൻ ആക്രമിച്ചത് എന്ന ചോദ്യം, അവിടുത്തെ ആത്മീയ നേതാവിനെ നിങ്ങൾ എന്തിനു കൊലപ്പെടുത്തി, അദ്ദേഹം നിങ്ങളോട് എന്ത് ചെയ്തു, ആ കുരുന്നുകളെ ഇപ്പോൾ 168ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ മേലെ ബോംബിട്ടിട്ട് ആ ബോംബ് അവിടെ സ്കൂൾ ഉണ്ട് എന്നുള്ളതും ആ സ്കൂളിൻ്റെ സ്ഥാപനമാണ് എന്നും മനസ്സിലാകാൻ പറ്റാത്ത വിധം നിങ്ങളുടെ സംവിധാന കാര്യങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ബ്രിട്ടനാണ്. ആ ചെറിയ കാര്യങ്ങളൊന്നും ലോകം കംപ്ലീറ്റ് നിരീക്ഷിക്കുകയാണ്, അവിടെ എന്തൊക്കെയുണ്ട് സംഭവങ്ങൾ എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ സംവിധാനത്തിൽ ഏതൊക്കെ രീതിയിലാണ് ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, എവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതൊക്കെ കൃത്യമായ രീതിയിൽ അറിയാവുന്ന ഒരു രാജ്യമാണ് എന്ന് വീമ്പ് പറയുന്ന അഭിമാനം കൊള്ളുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 200-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ മുറ്റം അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ ബിൽഡിങ് അത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പരാജയമാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിലപാടുകളും ഒന്നും ശരിയല്ല, അത് കള്ളത്തരം പൊള്ളത്തരവുമാണ്. അതുകൊണ്ട് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞാൽ തങ്ങൾ ഒരിക്കൽ കപ്പലിൽ അയച്ചുകൊണ്ട് ഒരു ശത്രു രാജ്യത്തെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കും. ഇറാനുമായിട്ട് ശത്രുത ഉണ്ടാക്കാൻ ഞങ്ങളൊക്കെ സൗഹൃദ രാജ്യമാണ്. ഇറാൻ വലിയ രീതിയിലുള്ള സഹായങ്ങൾ തങ്ങൾക്ക് ചെയ്തു തരാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധത്തിനപ്പുറം സൗഹൃദ ബന്ധമുണ്ട്. ആ ബന്ധങ്ങൾ മുറിച്ച് കളയാൻ താല്പര്യമില്ല. എന്തിന് ഞങ്ങളൊരു ശത്രു രാജ്യത്തെ സൃഷ്ടിക്കണം എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അറ്റ കൈയാണ് ചെയ്യുന്നത്, രണ്ടും കൽപ്പിച്ചുള്ളതാണ്. അവർക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ രാജ്യം നഷ്ടപ്പെടും. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യാം, ആ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടി പേർഷ്യ എന്ന് പറയുന്ന സാമ്രാജ്യത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അറ്റകൈ പ്രയോഗം ഇറാൻ നടത്തുന്ന സമയത്ത് അതിന് ബലിയാടാക്കാൻ തങ്ങളില്ല. അമേരിക്കയ്ക്ക് സാധിക്കാത്തത്, ഇസ്രായേലിന് സാധിക്കാത്തത്, അവരെ സഹായിക്കുന്നവർക്ക് സഹായിക്കാത്ത ഒരു സംവിധാനമൊന്നും യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് സഹായിക്കില്ല, ഞങ്ങൾ അവരെ ശത്രു ആവാൻ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതോടു കൂടിയാണ് അമേരിക്ക മാറി ചിന്തിക്കുക. ഇപ്പോൾ അമേരിക്ക പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അവർക്ക് സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന സംവിധാനത്തിൽ കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ ഈ വെടിനിർത്തൽ ഫെബ്രുവരി 28-നാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. 1.5 മാസം കഴിഞ്ഞു. ഏപ്രിൽ 15-ലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും ഈ കുറഞ്ഞൊരു ദിവസം, അതായത് ഒരാഴ്ചയോളമായി ഇപ്പോൾ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കരാറുകളൊക്കെ നിലവന്നു. ആ നിലവിൽ വന്നതിൻ്റെ ശേഷം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടായിട്ടില്ല. ശക്തമായ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ വെടിനിർത്തൽ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും ഒരു ശക്തമായിരിക്കുന്ന ആക്രമണം അമേരിക്ക ഇറാന് നേരെ നടത്തിയിട്ടില്ല എന്നുള്ളത് ഇറാനെ ഭയപ്പെട്ടുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമാണ്. കാര്യം എന്ന് വെച്ചാൽ കരാർ വ്യവസ്ഥ ലംഘിക്കുകയോ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ രൂപം കിട്ടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആക്രമിക്കുക എന്നുള്ളത് ഇവരുടെ സ്വഭാവമാണ്. ഈ അമേരിക്ക അത് ചെയ്യാത്തതിൻ്റെ കാര്യം അവർ ഭയപ്പെട്ടു പോയിരിക്കുന്നു.
ഇവർക്ക് മുമ്പിൽ, ഇറാന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ബോധ്യമായ സ്ഥിതിക്ക് അതിലൂടെ പിന്നീടും നമ്മൾ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാവും. ഈ അമേരിക്ക ആക്രമിക്കുന്നത് ഇറാനെ മാത്രമാണ്. ഇറാൻ തിരിച്ചടിക്കുന്നത് ഇസ്രായേലിനെയും അമേരിക്കയുടെ സൈനിക ബേസിനെയും അതോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങളിലേക്കാണ്. 3 തലത്തിലുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രതിരോധിക്കേണ്ട ഒരു സ്ഥിതി, ഒരു ദയനീയ സ്ഥിതിയാണ് അമേരിക്കക്കുള്ളത്. അമേരിക്കക്കാണെങ്കിലും ഇറാനെ മാത്രം ആക്രമിച്ചാൽ മതി. ഈ ഒരു പ്രതിസന്ധി, ഈ ഒരു സാഹചര്യങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്ക നേരിടുന്നത് എന്ന് ചുരുക്കം. നമ്മൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: US മുൻപിൽ ഇറാൻ കീഴടങ്ങുന്ന ദയനീയമായിരിക്കുന്ന ഒരവസ്ഥക്ക് കാലം സാക്ഷിയാവാൻ പോവുകയാണ്.